എൻ്റെ മോനെ വേറെ ലെവൽ റൈഡിംഗ് ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ബട്ട് സ്റ്റിൽ സാഹചര്യങ്ങൾ നമ്മളെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറി നമ്മളെ ചിന്തിക്കാൻ വേണ്ടി നിർബന്ധിതനാക്കും. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്ത്യ. നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുന്ന ഒരു RC200 BS4 ആണ്. ഞാൻ ഒരുപാട് RC റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. 390യുടെയും BS4 200 അനുസരിച്ച് ഇതിന് വ്യത്യാസമുണ്ട്. ഈ ഹാൻഡിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ സ്റ്റോക്ക് ഒരു അഗ്രസീവ് പൊസിഷനുള്ള ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് കുറച്ച് റൈസ് ചെയ്ത് KTMന്റെ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യേണ്ട മെയിൻ കാര്യം ചിലവർക്കൊന്നും ഈ ഒരു മോഡിഫിക്കേഷൻ ഇഷ്ടപ്പെടില്ല. കാരണം RC എടുക്കുന്നത് തന്നെ ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള റൈഡിങ് പൊസിഷന് വേണ്ടിയാണ്. ഇതിൻ്റെ ഓണർ അങ്ങനെയൊക്കെ തന്നെ എടുത്തത്. പക്ഷേ ഇപ്പോൾ ചെറിയ നടുവിനൊക്കെ ഇഷ്യൂ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഓട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഹാൻഡിൽ മാറ്റി വെച്ചത്. അപ്പോൾ ഇത് ഓട്ടിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ തന്നെ ഈ ഒരു രീതിയിലിരിക്കുന്ന ഹാൻഡിൽ മാറി ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് നല്ലലേക്ക് കംഫർട്ട് കിട്ടും. പക്ഷേ മിസ്സാവുന്ന ഒരേ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്പോർട്ടി ഫീലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ അറിയാൻ പറ്റും, ഇതിൻ്റെ ഫ്രണ്ടിൽ ചുമന്ന രീതിയിലുള്ള റിംഗ് ലൈറ്റിംഗ് കാലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ച് ട്രെൻഡ് ഔട്ടാണെങ്കിലും ഈ ഒരു വണ്ടി എടുത്ത സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ ആദ്യമായിട്ട് എടുത്ത RC ഇതാണ്. അല്ല RC200 ഇതാണ്. ഇത് ഇറങ്ങിയപ്പോൾ എടുത്തത്. ഇതിൽ ഡ്യുവൽ ചാനൽ ABS അല്ല, ഇതിൽ ABS ഒന്നും വരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തതിന് 1-2 മാസം കഴിഞ്ഞിറങ്ങിയ മോഡലിൽ ABS വരുന്നുണ്ട്. ABS ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് അപാരമായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. പ്രത്യേകതയുള്ള വേറെ കാര്യമുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ് ഞാൻ കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നൈസായിട്ടുള്ള ഭീകരമായിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ആയിട്ട് ചെയ്ത കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വൈസർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു റിംഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ വണ്ടി എടുത്തപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല. ആദ്യം RC ഇവിടേക്ക് ഇറങ്ങിയ സമയത്താണ് ഇത്രയും വലിയ വൈസറും കാര്യങ്ങൾ യൂസ് ചെയ്ത് ആ ഒരു ചുമന്ന റിംഗ് ലൈറ്റൊക്കെ വെച്ചത്. അപ്പോൾ ഈ വണ്ടിയുടെ ഓണറിൻ്റെ അനിയനാണ് ഇതിൽ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് എല്ലാം. അപ്പോൾ അന്ന് ചെയ്ത് വെച്ചിട്ട് കയറി പുറത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതിനുശേഷം വണ്ടിയിൽ മോഡിഫിക്കേഷൻ വർക്കായിട്ടൊന്നും ചെയ്യുന്നതൊന്നുമില്ല, ജസ്റ്റ് മെയിൻ്റനൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു വണ്ടി ഇരിക്കുന്നത്. വണ്ടി കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, അതിപ്പോൾ പൊടിയൊക്കെ ആയതുകൊണ്ടാണ്. അതൊക്കെ എന്തായാലും ക്ലീൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ബാക്കിൽ ടെയിൽ ടേഡി ആണെങ്കിലും ടെയിൽ ടേഡി വെച്ചിട്ടില്ല, സ്റ്റോക്ക് ടെയിലാണ് വെച്ചേക്കുന്നത്. നിങ്ങളിപ്പോൾ ഏതൊരു RC എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ടെയിൽ കട്ട് ചെയ്ത് അകത്തോട്ട് കയറ്റി വയ്ക്കും. പക്ഷെ അതാണ് RCക്ക് എന്ത് പറഞ്ഞാൽ ലുക്ക്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ വണ്ടി കയറിയിട്ട് ഇറങ്ങാൻ നേരത്ത് ബാക്കിലുള്ള കാല് തട്ടി നമ്മൾ റെയർ ഇൻഡിക്കേറ്റർ ഓടിയും. പിന്നെ ഇതിൽ ഫ്രണ്ടിൽ മിറർ സെറ്റ് ചെയ്തിട്ടില്ല, ആ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ അങ്ങേരെ അനിയൻ വന്നതിന് ശേഷം വണ്ടി മോഡിഫൈ ചെയ്ത് പുതിയൊരു ലുക്കിലോട്ടേക്ക് കൊണ്ടുവരുമായിരിക്കും. ഒരു അപ്ഡേഷൻ വരും, അങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ലുക്ക് ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടില്ല, ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ അപ്സൈസ് ചെയ്തത്. പക്ഷേ സാഹചര്യങ്ങൾക്ക് അത് നമുക്ക് പൊരുത്തപ്പെട്ടേ പറ്റൂ. ഓട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ മാത്രമേ ഓട്ടിക്കത്തുള്ളൂ. കാരണം നടുവുത്തി നല്ലേക്ക് സീനാണ്. ഞാൻ ഈ സീനെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ആക്സിഡൻറ്റിന് ശേഷം നടു സീനായതാണ്. അല്ലാതെ വണ്ടി ഓടിക്കാൻ നേരത്തെ നടു സീനൊന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്തപ്പോൾ ആ രീതിയിൽ തന്നെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. RC എന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് ലുക്കാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ആദ്യം ഓർമ്മ വരുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു 390 BS6 ഒരു വൈറ്റും ബ്ലാക്കും കൂടെ മോഡലിൻ്റെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ ഒരു വണ്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ റിംഗ് ലൈറ്റ് നല്ല സെറ്റാണ്. ഇതാണ് റിംഗ് ലൈറ്റ്. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് ടെയിൽ സ്റ്റോക്കാണ് വെച്ചേക്കുന്നത്, ടെയിൽ ചെടി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ നിന്ന് ആൾ ഇറങ്ങാൻ നേരത്ത് തട്ടി ഓടിയും. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒട്ടിച്ചൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇത് ടെയിൽ ചെടി ആയിരുന്നെങ്കിൽ ബാക്ക് ഓടിയൊന്നുമില്ല. പിന്നെ ഇതിൽ ഈ ബാക്കിൽ നമ്മൾ പിടിച്ചിരിക്കേണ്ട സംഭവം പോലും റിമൂവ് ഒന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് മിറർ റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്കൊക്കെ ഈ ഒരു ഹാൻഡിൽ മാറ്റിക്കഴിഞ്ഞാൽ ലുക്ക് പോയെന്നൊക്കെ തോന്നുന്നു. ലുക്ക് പോയതും അപാര കംഫർട്ടാണ്. ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കിലെ സീറ്റിൻ്റെ അത്ര ഹൈറ്റിൽ ഇപ്പോൾ ഒരു ഹാൻഡിൽ പൊങ്ങിയിരിപ്പുണ്ട്. പറഞ്ഞില്ലേ വണ്ടിയുടെ ഓണർ വേറെയാണെങ്കിലും മോഡിഫൈ ചെയ്യുന്ന ആൾ വേറെയാണെന്ന്. ഇതാണ് ആ മോഡിഫൈ ചെയ്യുന്ന ആളെ ID. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളായിട്ട് ചെയ്യാത്തത്. അന്ന് ചെയ്തു വെച്ച ആ ഒരു രീതിയിൽ തന്നെ വണ്ടി ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി കാർബറേറ്ററാണ്. അപ്പോൾ എനിക്കൊരു വെയിറ്റ് ചെയ്യുന്ന അത്ര ശീലമല്ല, നേരെ സ്റ്റാർട്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. പമ്പൊന്ന് ഓണായി വരുന്ന ടൈം നമ്മളെപ്പോഴും ഈ ഒരു വണ്ടിയിൽ നമ്മൾ കൊടുത്തേ തീരൂ. കേസ് സംഭവം കിഡിലും കംഫർട്ടാണ് കേസ് ഓടിക്കാൻ വേണ്ടി. ഒരു RCയിൽ ഇതേപോലെ ഹൈറ്റിൽ ഇത് ഓടിക്കുന്ന കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയത്. പിന്നെ ഇതിലിപ്പോൾ മിററില്ല, അതെനിക്ക് ചെറിയ രീതിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ മിററിലൊക്കെ സൈഡൊക്കെ നോക്കിയാണ് ഓടിക്കുന്നത്. എനിക്ക് മിററില്ല വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മിററൊക്കെ ഊരി വെച്ചേക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് വീട്ടിൽ എടുത്ത് തിരിച്ച് വെക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. ഇതിലിപ്പോൾ ഞാൻ എത്ര സ്പീഡിൽ പോയാലും 0 കിലോമീറ്റർ ആയിരിക്കും കാണിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇതിൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ആ ഫ്രണ്ടിലത്തെ കേബിളിൻ്റെ എല്ലാം കുഴപ്പമായിരിക്കും. എൻ്റെ വണ്ടിയിലൊക്കെ ആ കേബിളിന് കുഴപ്പമുണ്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് മൈലേജൊക്കെ ഒരു 30, 35, 40 ആ റേഞ്ചിലാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. കറക്റ്റ് മൈലേജ് ഒന്നും ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. എൻ്റെ മോനെ വേറെ ലെവൽ റൈഡിംഗ് ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു സ്പോർട്ടി റൈഡിംഗ് ഓപ്ഷൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി എടുത്തത്. അപ്പോൾ ഒരു ആക്സിഡൻറ്റിന് ശേഷം ആ ഒരു രീതിയിൽ നടു സീനായിട്ട് ഓടിക്കാൻ പറ്റാത്തതാണ് ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഇത് നല്ല രീതിയിൽ കംഫർട്ടുണ്ട്. ഒരേ ഒരു കാര്യം നിങ്ങൾ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു
സ്പോർട്ടി റൈഡിംഗ് പൊസിഷനും നമ്മൾ ആ കിടന്ന് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ലുക്കുമാണ്. ഈ ഒരു വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണോ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഒരു ടൂർ ഓർ RC തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. RC അല്ലെങ്കിൽ ടൂറൊക്കെ ചെയ്യാൻ പറ്റും, ജസ്റ്റ് മൈൻഡ് ഉണ്ടെങ്കിൽ മതി. പക്ഷേ ഇതിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ടൂർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഹാൻഡിൽ സെറ്റ് ചെയ്തേക്കെന്ന് വെച്ചാൽ ഡൊമിനോറിൻ്റെ അപ്പർ പ്ലേറ്റും KTMൻ്റെ ഡ്യൂക്കിൻ്റെ ഹാൻഡിലാണെന്ന് തോന്നുന്നു. കറക്റ്റ് ഹാൻഡിൽ എനിക്കറിയാൻ വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഇൻസ്റ്റ ഐ ഉള്ള ആൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റും. ഡ്യൂക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. KTMൻ്റെ ബാഡ്ജിങ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഡ്യൂക്ക് 200 ആണോ 250 ആണോ 390 ആണോ എന്നൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. പിന്നെ ഈ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു റിംഗ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ നോർമൽ RCയുടെ ബേസിക് കൺട്രോൾസും മീറ്റർ കൺസോളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഷെല്ലിന് ഇത് വണ്ടി എടുത്ത് വെച്ചിട്ടുള്ള ഷെല്ലാണ്, പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല. വെയിലത്തൊന്നും കൊണ്ട് വെക്കാത്തതുകൊണ്ടാണ് ആ ഒരു ഇത്. പിന്നെ ഈ ഒരു ഗ്രിപ്പും വണ്ടി എടുത്തപ്പോൾ തൊട്ടായിട്ട ഗ്രിപ്പാണ്, അതിനുശേഷം ചേഞ്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. KTMൻ്റെ ഗ്രിപ്പ് നല്ല രീതിക്ക് ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങളും വേറെ വണ്ടിയുടെയൊക്കെ ഗ്രിപ്പൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ടയർ സെക്ഷനിലോട്ട് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ അപ്പോൾ ആൽഫ H1ഉം ബാക്കിൽ പ്രോ മാക്സിസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ടയറാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് ഓടിച്ചിട്ട് നല്ല രീതിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു ഹൈറ്റ് ചെയ്തിട്ട് വണ്ടി കിടത്താൻ വേണ്ടി എനിക്ക് കുറച്ചുകൂടെ എന്താ എങ്ങനെ പറയുമെന്ന് എനിക്കറിയാമേ, കുറച്ചുകൂടെ ഒരു ഫീല് തരുന്നുണ്ട്. അതേപോലെ കിടത്തി അപ്പുറത്ത് പുറത്തോട്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് മറ്റേ വണ്ടീനെ കാട്ടി. അപ്പോൾ RCയുടെ വീഡിയോ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. BS4ൻ്റെ തന്നെ BS4 RC ബ്ലാക്ക് S2 S3 കിറ്റ് കയറ്റിയ വണ്ടിയും പിന്നെ 390 കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടേക്ക്. പക്ഷേ അതിൽ നിന്നല്ല ഇതിൽ വ്യത്യാസമാക്കുന്നത് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷനാണ്. ഇത് ഒരുപാട് പേർക്കൊന്നും ഈ ഒരു സംഭവം ഇഷ്ടപ്പെടില്ല ഇങ്ങനെ ചെയ്യുന്നത്. കാരണം KTM എന്ന് പറഞ്ഞാൽ ആ ഒരു അഗ്രസീവായിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. ബട്ട് സ്റ്റിൽ സാഹചര്യങ്ങൾ നമ്മളെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറി നമ്മളെ ചിന്തിക്കാൻ വേണ്ടി നിർബന്ധിതനാക്കും. ഈ ഒരു വൈസർ കൊള്ളാം കേട്ടോ, നല്ല എനിക്ക് ഹൈറ്റുള്ള വിൻ ബ്ലാഷ് ഒന്നും ഒട്ടും അടിക്കുന്നില്ല. ഞാൻ മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ RC ഓടിച്ചപ്പോൾ ചെറിയ രീതിക്ക് കണ്ണിലൊക്കെ അടിക്കുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അന്ന് ഹെൽമെറ്റ് ഒക്കെ അതാണെന്ന് ഓടിച്ചത്, വൈസർ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പതുക്കെ പോകുമ്പോൾ വിൻ ബ്ലാഷ് ഒന്നും അടിക്കുന്നതിന് കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടത്താനൊക്കെ വണ്ടി നല്ല നൈസായിട്ടുണ്ട്. പിന്നെ എത്ര സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. അല്ലെങ്കിൽ സിക്സ്ത് കയറി എത്ര മിനിമം സ്പീഡിൽ വരെ നമുക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറയായിരുന്നു. എൻ്റെ രൂപം വെച്ചിട്ട് ഇപ്പോൾ ഒരു 60 ആയിരിക്കുമല്ലേ, അറിയാൻ വയ്യ, ഞാൻ അറിയാത്ത കാര്യത്തിൽ പറയുന്നതൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്പീഡോമീറ്റർ ഇങ്ങനെ വർക്കായില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്ന അറിയാൻ പറ്റില്ല. നമുക്ക് ഓഡോമീറ്ററും ഇതിൻ്റെ കൂടെ തന്നെ വർക്കാവില്ല. അപ്പോൾ സർവീസും കാര്യമൊന്നും അറിയത്തൊന്നുമില്ല. നമ്മൾ രൂപം വെച്ചിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ഇനി കുറച്ച് പരിപാടി ഇതിൽ ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല കിറ്റിൽ നിന്ന്, ഇല്ല, ഒട്ടും തന്നെ വൈബ്രേഷൻ ഈ വണ്ടിക്കില്ല. ഇത് ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് KTMൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി. ഈ വണ്ടിയുടെ ബ്രേക്കിങ് കിട്ടില്ലുമാണ്. ABS ഒന്നും ഇല്ലെങ്കിൽ വണ്ടി തൊട്ടാൽ അവിടെ നിൽക്കും ഈ ഫ്രണ്ട് ബ്രേക്കൊക്കെ. ബാക്ക് ബ്രേക്കൊന്നും പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ആ ഒരു USB ഫോർക്കും ആക്ച്വലായിട്ടുള്ള റേഡിയൽ കാലിബറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടി പിടിച്ച് നിർത്താൻ പറ്റും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. നമ്മൾ വണ്ടി നിർത്തുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും ആളുകളൊക്കെ ആയിരിക്കും നല്ലതായിരിക്കും ഡൗൺ ആവും. അപ്പോൾ പമ്പൊക്കെ അത്യാവശ്യം വലിയ പമ്പൊക്കെ നമ്മൾ നോക്കി കയറ്റി ഇറക്കിയില്ലെങ്കിൽ വണ്ടിയുടെ അടിഭാഗം വരെയും. ഇതൊക്കെ ചെറുതായിട്ട് പറയാൻ ചാൻസ് ഉള്ളെങ്കിലും ഇതിൻ്റെ S2 S3 കിറ്റൊക്കെ ഉണ്ട് കുറച്ചുകൂടെ ലോവർ ചെയ്താൽ അതൊക്കെ പറ്റി തന്നെ എന്തായാലും വണ്ടി ഒരയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഉള്ള കമൻറ്റൊക്കെ ഇട്ടേക്ക്. ഇഷ്ടപ്പെട്ടില്ലെന്നായിരിക്കും കുറേ പേര് ഇടുന്നത്. അപ്പോൾ നമ്മുടെ RC ഹാൻഡിൽ മറ്റേ NS AC ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച കണക്ക് ഒരുപാട് ഹൈറ്റ് ഇല്ല, അത് ഓടിച്ചപ്പോൾ തോന്നിയതായിരിക്കും. എങ്കിലും ഇതാണ് ലുക്ക്. ഇതിൽ 3ലും ടേൽറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ വണ്ടിയിൽ മാത്രമാണ് ASൻ്റെ കട്ട് ചെയ്ത് NSൻ്റെ കട്ടിയിരിക്കുന്നത്, പക്ഷേ അറിയത്തൊന്നുമില്ല. അപ്പോൾ ബാക്കിൽ നിന്നുള്ള ഹൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ആ കാരിയറോട് ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ കാട്ടി കുറച്ചുകൂടി ഹൈറ്റായിട്ട് തോന്നും. പക്ഷേ ഇതാണ് നല്ല ഹൈറ്റ് ഇരിക്കുന്നത്. ആ എക്സ്പൾസിൻ്റെ ഷോക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഹൈറ്റും തോന്നി. ആ കാരറ്റ് ഒന്നാണ് ഇത്രയും ഹൈറ്റ്. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, വണ്ടി ഫാൻസി നമ്പറാണ് KL 21R9898. നിങ്ങൾ എല്ലാ വണ്ടിയും നമ്പർ അല്ലേ കേസ്? ഇവരെ വീട്ടിലുള്ള എല്ലാ വണ്ടിയും നമ്പറാണ്. ഇത് മമ്മൂട്ടിയുടെ അതേ സെയിം സെറ്റപ്പാണ്. ഇവരെ വീട്ടിലുള്ള എല്ലാ വണ്ടിക്കും ഈ നമ്പറാണ്. ഒരു കാറിനും ബുള്ളറ്റിനും എല്ലാം ഈ ഒരു സെയിം നമ്പറാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യണം. എൻ്റെ ഇനിഷ്യൽ ലിങ്ക് ആണെങ്കിലൊക്കെ എൻ്റെ ഈ അക്കൗണ്ട് ബയോ തന്നെ ഉണ്ട്, അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇനി കൂടുതലൊന്നും സംസാരിച്ച് സമയമൊന്നും കളയുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തേക്കും. ഈ ഒരു ഹാൻഡിലിൻ്റെ ഹൈറ്റും എൻ്റെ വണ്ടിയോട് വെച്ച് കമ്പയർ ചെയ്ത ക്ലിപ്പ് കൂടെ ഞാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.